സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി F14 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മേലെ എനിക്ക്. അപ്പോൾ എൻ്റെ ഹോണസ്റ്റ് എക്സ്പീരിയൻസ് പറയാം. ഈ ഫോൺ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്. ഇപ്പോൾ 10,000 ഉള്ളിൽ ഈ ഫോൺ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നെറ്റ്വർക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ചാർജിങ് സ്പീഡ് എങ്ങനെയുണ്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബിൽ ക്വാളിറ്റീനെ പറ്റി നോക്കാം. ബിൽ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് ആൻഡ് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കിട്ടുന്നത്. ആയിക്കോട്ടെ, നല്ലൊരു ബിൽ ക്വാളിറ്റി നോക്കുകയെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഈ പ്രൈസ് റേഞ്ചിൽ. ഇപ്പോൾ ഞാൻ ഫോൺ മേടിച്ചിട്ട് 1 മാസത്തോളമാണ് ടെമ്പർ ഗ്ലാസ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ടെമ്പർ ഗ്ലാസ് ഇല്ലാതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 3-4 തവണ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വീണിട്ടുണ്ട്, എന്നിട്ടും ഡിസ്പ്ലേക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ബാക്ക് കവർ എപ്പോഴും ഇടും. പിന്നെ സ്ക്രാച്ചസിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഒരു മൈനർ സ്ക്രാച്ചസ് അല്ലാതെ മേജർ സ്ക്രാച്ചസ് ഒന്നും എനിക്ക് ഇതുവരെ കാണാൻ കിട്ടില്ല ഇതിൻ്റെ ഡിസ്പ്ലേയിൽ, ബിക്കോസ് ഓഫ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. ഇപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് PLS LCD ഫുൾ HD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് F14. ഓക്കെ, പക്ഷേ നിങ്ങൾ AMOLED ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്ര പോരാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഡിഫറൻസ് അറിയുള്ളൂ. പക്ഷേ ഇത് നോർമൽ LCD ആയിട്ടും കുറച്ചുകൂടി ബെറ്ററായ ഡിസ്പ്ലേ ആണ് PLS LCD ഡിസ്പ്ലേ. കുറച്ചുകൂടി കളേഴ്സ് വൈബ്രൻ്റ് ആയിട്ട് തോന്നിക്കും. ഇപ്പോൾ ഞാൻ ബോയ്സിൻ്റെ സീസൺ 4 ഞാനിപ്പോൾ F14 ഇരുന്നിട്ടാണ് കാണുന്നത്. ഇതുവരെ എനിക്കൊരു കംപ്ലയിൻറ്റും തോന്നിയിട്ടില്ല F14 ഡിസ്പ്ലേയിൽ. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് F14. ഇതുപോലത്തെ സൗണ്ട് ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡൗൺ ഫയറിങ് സിംഗിൾ സ്പീക്കറാണ് കിട്ടുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ പേഴ്സണലി പറയാന്ന് വെച്ചാൽ ഒരു ആവറേജ് സൗണ്ട് ക്വാളിറ്റിയാണെന്നാണ് പറയാൻ പറ്റുള്ളൂ. ഒരു എബോവ് ആവറേജും ബിലോ ആവറേജും ഒന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് സൗണ്ട് ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ചെറിയ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, അപ്പോൾ നിങ്ങൾ മൂവീസോ ഇല്ലെങ്കിൽ സീരീസോ ഒക്കെ വല്ലതും കാണാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കേൾക്കാൻ പറ്റും. അതിൽ എന്താ സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത് അത് കേൾക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ക്രൗഡഡ് പ്ലേസിലോ അല്ലെങ്കിൽ വലിയ റൂമിലൊക്കെ ഇരുന്നിട്ട് ഇതിൻ്റെ സ്പീക്കറിൽ നിങ്ങൾ പാട്ടോ യൂട്യൂബ് വീഡിയോസൊക്കെ വല്ലതും കാണുകയെന്ന് വെച്ചാൽ അത്ര നല്ല ലൗഡ്നെസ് ഇല്ല ഇതിൽ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എനിക്ക് അത്ര വലിയ ഇമ്പ്രസീവായി തോന്നില്ല. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ മോട്ടറോളയും പൊക്കമൊക്കെ അവർ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ കേൾപ്പിക്കുക, നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന്. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണല്ല. ഇത് നമുക്ക് എക്സിനോസിൻ്റെ 1330 പ്രോസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ 5 നാനോമീറ്റർ. അപ്പോൾ ഇതിൽ ഗെയിമിങ് കളിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിങ് കളിക്കാൻ പറ്റും. കാഷ്വൽ ഗെയിമേഴ്സിന് ഓക്കെയാണ്. മീൻസ് നമ്മൾ BGMI അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ ലോ സെറ്റിങ്സിൽ നമുക്ക് ഇതിൽ സുഖമായിട്ട് കളിക്കാൻ പറ്റും. മീഡിയം സെറ്റിങ്സിലല്ല, ലോ സെറ്റിങ്സിൽ. അതേമാതിരി നിങ്ങൾ മിനി മിലിറ്റി അല്ലെങ്കിൽ ടെമ്പിൾ റണ്ണ് അല്ലെങ്കിൽ സബ്വേ സർഫ് അങ്ങനത്തെ ഗെയിംസ് കളിക്കുകയെന്ന് വെച്ചാൽ ഇതിലൊരു പ്രശ്നവും വരില്ല. പക്ഷേ കുറച്ചും കൂടി ഹെവി ഗെയിംസൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ അധികം നേരം കളിക്കുമ്പോൾ കുറച്ച് ഫ്രെയിം ഡ്രോപ്സൊക്കെ കാണാൻ കിട്ടും. ഓക്കെ, പിന്നെ ഡേ ടു ഡേ യൂസേജിൽ നിങ്ങൾക്ക് ഒരു ആപ്പിന് വേറെ ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ലാഗൊക്കെ കാണാൻ കിട്ടും. പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 5 മിനിറ്റിന് മേലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ അത്യാവശ്യം ലാഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു ഹെവി യൂസറിന് പറ്റിയൊരു ഫോണല്ല. ഇതിപ്പോൾ ഒരു ലൈക്ക് എങ്ങനെയാണ് പറയുക, ഒരു നിങ്ങളുടെ പാരൻസിനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അങ്കിൾ ആൻറ്റീസിനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഈ ഫോൺ ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ബിക്കോസ് അവർ മെയിൻലി എന്താ യൂസ് ചെയ്യാം, വാട്സാപ്പ് യൂസ് ചെയ്യും, ഫേസ്ബുക്ക് യൂസ് ചെയ്യും, യൂട്യൂബ് നോക്കും, പിന്നെ കുറച്ച് കോൾസ് വിളിക്കും, കുറച്ച് ക്യാമറ യൂസ് ചെയ്യും. ഈ 5 യൂസേജസ് ആണ് അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ യൂസേജൊക്കെ ആണെങ്കിൽ ഈ ഫോൺ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ ഗെയിംസൊക്കെ നോക്കാൻ ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഇതിൻ്റെ സിറ്റുവേഷന്.
അപ്പോൾ ഹെവി യൂസറിന് ടാർഗറ്റ് ചെയ്താലൊരു ഫോൺ. ഇതിൽ സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിരിക്കുന്നത് UFS 2.1 സ്റ്റോറേജ് ആണ്. അപ്പോൾ അത്യാവശ്യം ആപ്പ് ഓപ്പണിംഗ് സ്പീഡൊക്കെ അത്യാവശ്യം ഫാസ്റ്റാണ്. അതേമാതിരി റാം നോക്കുകയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് 6GB റാം വേരിയൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏത് ഫോൺ മേടിക്കുകയാണെങ്കിലും, ഈ ഫോൺ മാത്രമല്ല ഏത് ഫോൺ മേടിക്കുകയാണെങ്കിലും അത്യാവശ്യം ഒരു 6GB റാമെങ്കിലും വേണം നിങ്ങളുടെ ഫോണിൽ, നിങ്ങളൊരു ലോങ് ടേമിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഫോണിൻ്റെ 6GB റാം അത്യാവശ്യം മെമ്മറിയൊക്കെ ആപ്ലിക്കേഷനൊക്കെ മെമ്മറിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ റാം മാനേജ്മെൻറ്റിൽ എനിക്കിതിൽ ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഇപ്പോൾ നമുക്ക് ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. ബാറ്ററി ലൈഫ് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ്, മെയിൻലി ഇതിൻ്റെ ബാറ്ററി ലൈഫിന് വേണ്ടിയിട്ട് മാത്രം മേടിക്കുക. ബിക്കോസ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഭയങ്കര സൂപ്പർബാണ്. പിന്നെ കുറേ പേര് പറയേണ്ടത് ഇതിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ടെന്ന്. അതെനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ എൻ്റെ യൂസേജിൽ എനിക്ക് നല്ല ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. 10 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം എനിക്കിതിൽ കിട്ടാറുണ്ട്. ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇതിനെ കില്ല് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും നല്ലൊരു ബാറ്ററി ലൈഫാണ് എനിക്ക് F14 കിട്ടുന്നത്. പക്ഷേ ബാറ്ററി ലൈഫ് ഇമ്പ്രസീവ് ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ ചാർജിങ് സ്പീഡ്, ഞാൻ ഇതിൻ്റെ 25 വാട്ടിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ചാർജ് ചെയ്യാറ്. ഒരു 0 to 100 ചാർജ് ആവാൻ വേണ്ടിയിട്ട് 2 hours 30 minutes പിടിക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അത് ചെറിയൊരു പ്രോബ്ലമാണ്. പക്ഷേ ഈ ഫോണിൻ്റെ ബാറ്ററി അത്യാവശ്യം ഒരു ദിവസം നിൽക്കണോണ്ട് രാത്രി ചാർജറിൽ കണക്ട് ചെയ്ത് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും ഫുൾ ചാർജ് ആവുന്നതാണ്. അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ബിക്കോസ് ഇവിടെ ഞാൻ ജിയോൻ്റെ സിം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 4G+ കരിയർ എഗ്രിഗേഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ 5Gയുടെ കാര്യം വരുമ്പോൾ മറ്റ് ഫോണിനെ കമ്പയർ ചെയ്യുമ്പോൾ, ലൈക്ക് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന മോട്ടോറോള, പോക്കോ, റിയൽമിയുടെ ഫോണൊക്കെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ അതിൽ 5Gയുടെ സ്പീഡ് അത്യാവശ്യം നല്ല സ്പീഡാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ 5Gയുടെ നെറ്റ്വർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. അതേമാതിരി 5Gയുടെ സ്പീഡും കുറവാണ് കമ്പയർ ടു ദോസ് ഫോൺസ്. അപ്പോൾ 5G നെറ്റ്വർക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ 4Gയുടെ സ്പീഡ് അത്യാവശ്യം നല്ലതാണ്. ഇപ്പോൾ കോൾ ക്വാളിറ്റീനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ കോൾ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. പിന്നെ വോയിസ് ഫോക്കസിൻ്റെ ഫീച്ചർ ഉണ്ട്. പിന്നെ കോൾ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് വാർണിംഗ്. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചറൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അടുത്തത് നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നോക്കാം. സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിതിൽ ഫുൾ OneUIൻ്റെ വേർഷനല്ല കിട്ടുന്നത്, OneUI കോറാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. ലൈക്ക് ഗുഡ് ലോക്കിൻ്റെ ഫീച്ചർ മിസ്സിംഗ് ആണ്. അതേമാതിരി നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ മിസ്സിംഗ് ആണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ 2 year മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചാണ് ഇതിൽ സാംസങ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് 13 ഇറങ്ങിയത്. ആൻഡ്രോയിഡ് 14 കിട്ടി കഴിഞ്ഞു. ഇനി ആൻഡ്രോയിഡ് 15 കൂടിയും കിട്ടും. ഇനി ഒരു 3 വർഷം കൂടി ഇതിൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും കൂടിയും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. നിങ്ങളിപ്പോൾ മറ്റേ സാംസങ്ങിൻ്റെ S സീരീസോ A സീരീസോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഭയങ്കര സ്ലോ ആണ്. ഇനിയിപ്പോൾ ഫൈനലി ക്യാമറ ക്വാളിറ്റീനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി ഇൻ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 ഭയങ്കര ഇമ്പ്രസീവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പേഴ്സണലി. ഇൻ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡായ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഡൈനാമിക് റേഞ്ചൊക്കെ സൂപ്പർബാണ് ഈ ഫോണിൽ. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസ് വരുമ്പോൾ, ലൈക്ക് വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഈ ഫോൺ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഇതിൽ ഫോട്ടോ എടുക്കാം. പക്ഷേ വെരി ഗുഡ് ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നല്ല സൂപ്പർബായ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ റിയർ ക്യാമറ ആയിക്കോട്ടെ ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ റിയറിൽ നോക്കുകയെന്ന് വെച്ചാൽ 50 MP മെയിൻ സെൻസറാണ് കിട്ടുന്നത്. 2 MP ഡെപ്ത് സെൻസറാണ് കിട്ടുന്നത്. പിന്നെ 13 MP ഫ്രണ്ട് സെൻസറാണ്, ഫ്രണ്ട് ക്യാമറയാണ് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡായ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇൻ വെരി ഗുഡ് ലൈറ്റിംഗ് കണ്ടീഷൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് 25,000 അല്ലെങ്കിൽ 15,000 ഫോണിൻ്റെ കൂടെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് ഈ 10,000 ഉള്ളിൽ ഏതൊക്കെ ഫോൺ മേടിക്കാൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ആയിട്ട് നല്ല ക്യാമറ ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ വീഡിയോ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ HD 30 FPS ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ISO കൊടുത്തിട്ടുണ്ട്, വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റേബിളായ വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺക്ലൂഷൻ നോക്കുകയെന്ന് വെച്ചാൽ അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 ഈ ഫോൺ ഇപ്പോൾ കൺസിഡർ ചെയ്യണ്ടേ? ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി നല്ലൊരു ബാറ്ററി ലൈഫ് ഫോൺ വേണമെങ്കിൽ, ഒരു പവർ ബാങ്ക് മാരത്തെ ഒരു ഫോൺ വേണമെങ്കിൽ ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ മൂവീസോ സീരീസോ വല്ലതും കാണുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല. അതേമാതിരി സ്പീക്കർ ക്വാളിറ്റി കുറച്ച് ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ്. അതേമാതിരി നെറ്റ്വർക്ക് ക്വാളിറ്റി 5Gയുടെ ഇൻ്റർനെറ്റ് അത്ര ഫാസ്റ്റായി കിട്ടില്ല. പക്ഷേ 4Gയുടെ ഇൻ്റർനെറ്റ് ഡീസൻ്റ് ആണ്. പിന്നെ
അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓവറോൾ നല്ലൊരു പാക്കേജാണ് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000. നിങ്ങളിപ്പോൾ ഹെവി യൂസറൊന്നും അല്ലെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്